നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ ജില്ലയെ വിറപ്പിച്ച് മിന്നൽ ചുഴലി. പൂച്ചട്ടിയിലും കൊഴുക്കുള്ളിയിലും മിന്നൽ ചുഴലിയിൽ പരക്കെ നാശം. ഭവൻസ് സ്കൂളിൽ മരങ്ങൾ വാഹനങ്ങളുടെ മുകളിലേക്ക് വീണു. ചാവക്കാട് തിരുവത്രയിൽ ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങുകൾ കടപുഴകി വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണു. പോസ്റ്റുകൾ ഒടിഞ്ഞ് വൈദ്യുതി കമ്പികൾ പൊട്ടി. മേഖലയിൽ വൈദ്യുതി ബന്ധം താറുമാറായി. ശക്തമായ കാറ്റിലും മഴയിലും വരാക്കരയിൽ തേക്ക് കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. വരാക്കര കപ്പേളക്ക് സമീപം മുല്ലക്കപ്പറമ്പിൽ ലതയുടെ വീടിന് മുകളിലേക്കാണ് പറമ്പിലെ തേക്ക് കടപുഴകി വീണത്. ഗുരുവായൂർ പഞ്ചാരമുക്ക് റോഡിൽ പെരുന്തട്ട ശിവക്ഷേത്രത്തിന് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരക്കൊമ്പ് ഒടിഞ്ഞു വീണു. റിട്ടയർഡ് കായിക അധ്യാപകൻ തിരുവെങ്കിടം ചാലക്കൽ ജോളി ജോണിന്റെ കാറിന് മുകളിലേക്കാണ് മരം വീണത്. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് മഴയിൽ വീട് തകർന്നു. വയോധികയുൾപ്പെടെയുള്ള വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മണ്ണാർത്താഴം ചൂളക്കടവിൽ നൌഷാദും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്ന ഓടുമേഞ്ഞ വീടാണ് തകർന്നത്. പറപ്പുക്കര രാപ്പാൾ പള്ളത്ത് ശക്തമായ മഴയിൽ കുറുമാലിപ്പുഴയുടെ ബണ്ട് ഇടിഞ്ഞു. പുഴ ഗതിമാറി ഒഴുകുമെന്ന ആശങ്കയിൽ നാട്ടുകാർ. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ ആഴക്കടൽ മീൻപിടുത്തം പൂർണ്ണമായും സ്തംഭിക്കും. എടക്കഴിയൂരിൽ യുവതിയുടെ വാടക വീട്ടിൽ പാതിരാത്രിയിൽ അതിക്രമം നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിയെ ചാവക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊൽക്കത്ത സ്വദേശിയായ രാജുബായാണ് പിടിയിലായത്. മണ്ണുത്തി നെട്ടിശ്ശേരിയിൽ പണത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ യുവാവിന് കുത്തേറ്റു. നെട്ടിശ്ശേരി സ്വദേശി കരുവന്നൂർ വീട്ടിൽ മനുവിനാണ് കുത്തേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ 3 പേരെ മണ്ണുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു. മന്ത്രി OG ജനീഷിന് വീട്ടിൽ ഉച്ചഭക്ഷണം നൽകിയതിന്റെ പേരിൽ മാത്രമാണ് CPIയിൽ നിന്ന് പുറത്താക്കിയതെന്നും ഭക്ഷണം നൽകിയതിന് പാർട്ടി പുറത്താക്കില്ലെന്നും മറ്റു കാരണങ്ങളുണ്ടാകുമെന്ന സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം തെറ്റാണെന്നും PS അബ്ദുൾ റഹ്മാൻ. പുറത്താക്കിയതായി കാണിച്ച് ബ്രാഞ്ച് സെക്രട്ടറി AK ഗംഗാധരൻ നൽകിയ കത്തിൽ കാരണമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് മന്ത്രിക്ക് ഭക്ഷണം ഒരുക്കിയത് പാർട്ടിക്ക് അപമാനമുണ്ടാക്കിയെന്നതാണെന്നും അബ്ദുൾ റഹ്മാൻ. പരമ്പരാഗത വെടിക്കെട്ടുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം മന്ത്രിക്ക് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി നിവേദനം നൽകി. കേരളത്തിലെ പരമ്പരാഗത വെടിക്കെട്ടുകൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി പെസോ നിയമത്തിൽ ഭേദഗതി വരുത്തി സുരക്ഷിതമായി വെടിക്കോപ്പുകൾ നിർമ്മിക്കാൻ നിർമ്മാണ യൂണിറ്റുകളുടെ ക്ലസ്റ്റർ രൂപീകരിക്കണമെന്നും ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി. തരൂർ തോട്ടിൻപള്ള പുതിയ പാലത്തിൽ കൈവരിയിൽ മധ്യവയസ്കനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പഴമ്പാലക്കോട് സ്വദേശി 55 വയസ്സുള്ള അലിയാണ് മരിച്ചത്. ദേശീയപാത ശ്രീനാരായണപുരത്ത് ചരക്ക് ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മഹാരാഷ്ട്രയിൽ നിന്നും എറണാകുളത്തേക്ക് ചരക്കുമായി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. വെള്ളിക്കുളങ്ങര കട്ടിപ്പൊക്കത്ത് റോഡരികെ ഇടിഞ്ഞു വീണത് കെട്ടി സംരക്ഷിക്കാൻ നടപടിയായില്ലെന്ന് പരാതി. കട്ടിപ്പൊക്കം റോഡിലൂടെയുള്ള സഞ്ചാരം ഒരാഴ്ചയിലേറെയായി തടസ്സപ്പെട്ടു. തൃശൂർ കിഴക്കുംപാട്ടുകര ഫ്രണ്ട്സ് ഓഫ് രാജർഷി ക്ലബിന്റെ നേതൃത്വത്തിൽ ലോകകപ്പ് ഫുട്ബോൾ ആരവത്തിന് വിളംബരം നടത്തി ബൈക്ക് റാലിയും സൗഹൃദ ഫുട്ബോൾ മത്സരവും സംഘടിപ്പിച്ചു. ബൈക്ക് റാലിയുടെ ഫ്ളാഗ് ഓഫ് കോർപ്പറേഷൻ കൌൺസിലർ ജീസ് ജോർജ് നിർവഹിച്ചു. എളവള്ളി പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം KG സത്താർ സ്മാരക സായംപ്രഭ പകൽ വീട്ടിലെ വയോജനങ്ങൾക്ക് ആയുർവേദ മരുന്നുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത ആയുർവേദ മരുന്നുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയെ തുടർന്ന് കയ്പമംഗലം പഞ്ചായത്തിലെ 11ാം വാർഡിലെ കുറ്റിക്കാട് ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പ്രദേശത്തെ 15ഓളം വീടുകളാണ് വെള്ളക്കെട്ടിൽ ദുരിതമനുഭവിക്കുന്നത്. ചുഴലിക്കാറ്റിൽ വില്ലടം മേഖലയിലും വ്യാപക നാശനഷ്ടം. ശക്തമായ കാറ്റിൽ 3 വീടുകൾ തകർന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് K രാധാകൃഷ്ണൻ MPയും MLA AC മൊയ്തീനും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കടങ്ങോട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ലാലൂരിലെ സ്പോർട്സ് കോംപ്ലക്സ് യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി OG ജനീഷ് സന്ദർശിച്ചു.
സ്പോർട്സ് കൗൺസിലിന് കീഴിലുള്ള IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി OJ ജനീഷ് TCBയോട് പറഞ്ഞു. തൃശൂരിൽ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. അമല ജൂബിലി ആശുപത്രികളിലെ നഴ്സുമാർ ശമ്പള വർധന ആവശ്യപ്പെട്ട് കഴിഞ്ഞ 3 മാസമായി തുടരുന്ന സമരത്തിന്റെ ഭാഗമായാണ് ലേബർ ഓഫീസ് മാർച്ച് നടത്തിയത്. പാവറട്ടി സെന്ററിൽ നടപ്പാക്കിയ ഗതാഗത പരിഷ്കരണത്തിന്റെ ഭാഗമായി പാവറട്ടി ബസ് സ്റ്റാൻഡിൽ താൽക്കാലിക ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ. ഗതാഗത പരിഷ്കരണം നടപ്പാക്കിയതിനു ശേഷം ബസ് സ്റ്റാൻഡിനുള്ളിൽ കാത്തുനിൽക്കുന്ന യാത്രക്കാർക്ക് മഴ കൊണ്ട് കാത്തുനിൽക്കേണ്ട സ്ഥിതിയാണ് ഉള്ളതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ്. റോഡുകളിൽ ഉണ്ടാകുന്ന കുഴികൾ ഉടനടി സ്ഥലത്തെത്തി അടയ്ക്കുന്ന അത്യാധുനിക സംവിധാനങ്ങളുള്ള പോട്ട് ഹോൾ റിപ്പയറിംഗ് മെഷീൻ ഇനി തൃശൂർ കോർപ്പറേഷന് സ്വന്തം. ഈ സംവിധാനം ഉപയോഗിച്ച് റോഡിൽ കുഴികൾ രൂപപ്പെട്ടാൽ ഉടൻ അടയ്ക്കാനുള്ള സൗകര്യമാണ് തൃശൂർ കോർപ്പറേഷന് കൈവന്നിരിക്കുന്നത്. പാവറട്ടി YMCA വാർഷികത്തോടനുബന്ധിച്ച് എളവള്ളി ബത്സൈദ അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്ക് അരിയും ഫലവ്യഞ്ജനങ്ങളും എത്തിച്ചു നൽകി. YMCA ഭാരവാഹികൾ അഗതി മന്ദിരം സുപ്പീരിയർ സിസ്റ്റർ ഫ്രാൻസിക്ക് ഭക്ഷ്യവസ്തുക്കൾ കൈമാറി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിച്ചു. നമസ്കാരം.